എവിടത്തേക്കാണെല്ലാം കൂടെ ഗന്ധർവനാക്കിയാല് താടിയും മുടിയും പഠിക്കാന്നു. പെട്ടെന്ന് പഠിച്ചു കളിയോമാന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു നിന്നോട് ചോദിക്കാന്ന്. നിന്റെ അഭിപ്രായം എന്നാന്ന്? പഠിക്കാൻ വിടണാ? നിങ്ങളെ ആരും അഭിപ്രായം എനിക്ക് വേണ്ട. ഇത് പഠിക്കാൻ. ഇറ്റ് ഈസ് മൈ ബിയർഡ്. ഇറ്റ്സ് വിയേർഡ് അച്ഛാ. ഇറ്റ്സ് ഹിസ് ഫ്രീഡം. എനിക്ക് ഇയാളെ മുഖം കാണാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. ഈ രൂപമില്ലത് കൊണ്ടല്ലേ കലാകാരനാന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അതില്ലേ പിന്നെ നമ്മളെ നല്ലൊരു വരുമാനം അവിടെ നിൽക്കും. അതാന്ന്. അതിന് പ്രിയേഷ് സമ്പാദിക്കുന്നില്ലേ? എംടി താടി പഠിച്ചോട്ടല്ലേ? അതല്ല നഹറേട്ടാ, ഇത് പഠിച്ചാ പിന്നെ അച്ഛന്റെ മുഖം അങ്ങനെ ആയിരിക്കും ആർക്കും ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ ഈ അമ്മ എന്നെ പറയും അച്ഛനെ വേണ്ട. മിണ്ടാ നിൽക്കണേ ആർന്ന്. അങ്ങനെ പറയുന്നേക്കാനാ ഇയാള് കാത്തുക്കുന്നു. കണ്ടോ, ആ താടിയില്ലോണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഞാനൊരു വിക്കും വെച്ചിട്ട് മാസ്ക് വെച്ചാ പോരെ? അതിനേക്കാളും നല്ലതാ തല ട്രെയിനിന് വെക്കുന്നതാണ്. ഈ നാടൻ അങ്ങനെ പൊളിഞ്ഞു പോയി പിന്നെ നെയ്യില് താടി മുടി വെട്ടിയത് വെറുതെ ആവൂലേന്ന്. ഇതെല്ലാം ആരെ പരിപാടിയാന്ന് എനിക്കറിയാം. Oh my God! ചുമ്മാ നിന്ന വൈറ്റ് ഓട്ടോ മാറ്റിപ്പോകും ബ്ലൂ ബസ് ആൻഡ് ഓൾ പീപ്പിൾ ചീറുന്നു ഇനി ചൈസ് ഓൺ ദി റോഡ്. ആദ്യമായിട്ടാണല്ലേ? ഏതാപത്തിലും സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടാവും. ചങ്ക് പറിച്ചു തരണം. സുമലത പറഞ്ഞാൽ തരും. ചാടി ചാവാൻ പറഞ്ഞാൽ ചാടണം. സുമലത പറഞ്ഞാൽ ചാടും. വടിക്കെന്ന് പറഞ്ഞാ വടിക്കും. പക്ഷെ അവന്റെ പോഷൻ നല്ല ഹൈറ്റാണ്. ഹൈറ്റ് അല്ല ഇരുന്നിരുന്നു. ഹൈ ലെവൽ കറക്റ്റാകാൻ വേണ്ടിയാ. സുഹാസിനി, ഞാനിങ്ങനെ ആയത് എൻ്റെ തകരാറുകൊണ്ടൊന്നല്ല കേട്ടോ. ജനിച്ച മുതലേ ഞാനിങ്ങനെയാണ്. അറിയാം. അല്ല, സുഹാസിനി ഇരിക്കണ്ട, ഞാൻ ശരിക്കും പറഞ്ഞതാ. അതർവൈസ് ഞാൻ ഭയങ്കര ജോറാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചെക്കന് നീളമില്ല എന്ന് പറഞ്ഞ് മാറ്റി പറയരുത്. അത് താങ്ങാൻ മാത്രമുള്ള സാധനം ഈ ശരീരത്തിനില്ല. ബാക്കിയെല്ലാം ഓക്കെ. ബ്രോക്കർ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ബ്രോക്കർ പറഞ്ഞാലും ശരിക്കും ഇമോഷൻ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ വന്നത്. ഏട്ടൻ പോട്ടാ. എന്തായി പുഷ്കര? ജോത്സരെ തീയതി ഫിക്സ് ചെയ്തോട്ടാ. പുഷ്കരേട്ടൻ പ്രോമിസിംഗ് ആണ്.